അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ തട്ടകത്തിലോട്ട് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടുത്തെ വിശേഷങ്ങളാവും ഇനി കൂടുതലുണ്ടാവുക കേട്ടോ. ചായ പരിപാടികളൊക്കെ ഒതുങ്ങിയ സ്ഥിതിക്ക് ഇനി ഉച്ചക്കത്തേക്കുള്ള ചോറിനുള്ള പരിപാടികൾ നോക്കുകയാണ്. അപ്പോൾ ഇന്ന് കിട്ടിയിരിക്കുന്നത് CD മുള്ളനാണ്. പലയിടത്തും പല പേരിലാണ്. ഇതെന്താ ആനച്ചവിട്ടിന്നോ അങ്ങനെ എന്തൊക്കെയോ വേറൊക്കെ ഇതിന് പറയും. നമ്മളവിടെ CD മുള്ളെന്നാണ് പറയുമ്പോൾ തന്നെ എന്ത് സുന്ദരന്മാരാണല്ലേ. കുറച്ച് ഭംഗിയുള്ള മീനുകളായിട്ട് എനിക്ക് ഇവരെ തോന്നിയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് റൊമാൻറ്റിക് സീനൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇവരെ മുറിച്ച് പാത്രത്തിലാക്കാം. ഈ വലിയ CD മുള്ളനേക്കാളും കൂടുതൽ ഇഷ്ടം ചെറിയ CD മുള്ളനാണ് കേട്ടോ. അതിങ്ങനെ ഒന്നാകെ മുറിക്കാണ്ട് കഴിക്കാൻ കൂടുതൽ ഇഷ്ടമാണ്. ഈ വലുതാവുമ്പോൾ നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് കഴിച്ചാൽ മുതലാവാത്തതുകൊണ്ട് തന്നെ നമുക്കിങ്ങനെ ചെറുതായിട്ട് കട്ട് ചെയ്യേണ്ടി വരും. ചട്ടിയിൽ കൊള്ളാത്തൊരു സീനുള്ളതുകൊണ്ട് തന്നെ ഇതുപോലെയാണ് കൂടുതലും കട്ട് ചെയ്യാറുള്ളത് കേട്ടോ. അപ്പോൾ ഇതൊന്നാകെ നമ്മൾ ഇന്ന് ഉപയോഗിക്കൊന്നുമില്ല. വെച്ചത് നമുക്ക് കുറച്ച് ഫ്രിഡ്ജിലോട്ട് നാളത്തേക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. അതാകുമ്പോൾ നാളെ കട്ട് ചെയ്യേണ്ട പണി കുറഞ്ഞ് കിട്ടുമല്ലോ. അപ്പോൾ ഇത് കുറച്ച് എടുത്തിട്ട് നമ്മൾ ഫ്രിഡ്ജിലോട്ട് വയ്ക്കാൻ പോവുകയാണ്. കാരണം നമ്മളിവിടെ വെച്ചിട്ട് മീൻ മുറിക്കാറില്ല കേട്ടോ. കാരണം എത്ര കഴുകിയാലും ആ സ്മെല്ല് അങ്ങോട്ട് പോവാത്ത പോലെ തോന്നും. അതുകൊണ്ട് പുറത്ത് പോയിരുന്നിട്ടാണ് കട്ട് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ നമ്മൾ മീൻ മുറിക്കുന്നത് ഏകദേശം ഒരു ഉച്ചയൊക്കെ ആവാറായിട്ടുണ്ട്. ഒരു 12 മണിയൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്ത് ഭയങ്കര വെയിലാണ് കേട്ടോ. മീൻ മുറിക്കാനിരുന്നാൽ ചിലപ്പോൾ തല വരെ പൊട്ടിത്തെറിച്ച് പോകും. അതുകൊണ്ട് നമ്മൾ ഇവിടെ തന്നെ വെച്ചിട്ട് മുറിക്കാമെന്ന് വിചാരിച്ചു. നല്ലോണം സോപ്പിട്ടിട്ടൊക്കെ കഴുകുന്നുണ്ട് കേട്ടോ. എത്ര കഴുകിയാലും ആ സ്മെല്ല് അങ്ങോട്ട് പോവാത്ത പോലെ തോന്നും. നമുക്ക് CD മുള്ളൻ തേങ്ങ അരച്ചിട്ട് കറി വയ്ക്കാമെന്നാണ് വിചാരിക്കുന്നത്. തുമ്പിമോളനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മ തേങ്ങ അരച്ച കറി ഉണ്ടാക്കുമെന്ന്. അപ്പോൾ പിന്നെ എന്തായാലും തേങ്ങ അരച്ചിട്ട് തന്നെ കറി വയ്ക്കാൻ വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് തേങ്ങേൻ്റെ അരപ്പും കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ വരുന്ന ടൈമിൽ ഇവിടെ കറി വയ്ക്കുന്ന രീതി വേറൊരു ടൈപ്പിലായിരുന്നു കേട്ടോ. മുളകൊക്കെ തിളച്ച് വരുമ്പോൾ ലാസ്റ്റ് തേങ്ങ അരച്ച് പാരുന്ന ഒരു ടൈപ്പായിരുന്നു. പക്ഷെ ഞാൻ എൻ്റെ വീട്ടിൽ വെക്കുന്ന ഒരു ടൈപ്പ് വെച്ചാൽ ഇതുപോലെയാണ്. ഒന്നാകെ കലക്കി കൂട്ടിയിട്ടാണ് വെക്കാറുള്ളത്. ഇവിടെ അമ്മ വെക്കുന്ന രീതിയിൽ വെക്കുമ്പോൾ എന്തോ ഒരു തപ്പിപ്പഴ തോന്നാറുണ്ട്. അപ്പം അമ്മ പറയും എങ്ങനെ ആയാലും വേണ്ടില്ല കറി ആയാൽ മതി എന്ന് പറയുന്നതുകൊണ്ട് തന്നെ എൻ്റെ രീതിയിലാണ് ഞാനിപ്പോൾ ഇവിടെ കറി വെക്കാറുള്ളത്. അരച്ച് കറി വെക്കുകയാണെങ്കിൽ ഉള്ളി വറുത്തിടുമ്പോഴുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ പിന്നെ ഉള്ളി വറുത്തിട്ടിലൂടെ മസ്റ്റാണ്. അപ്പോൾ പിന്നെ ആ പാത്രത്തിൽ തന്നെ കഴുകാൻ മടിയായതുകൊണ്ട് അതിൽ തന്നെ 2 മീനും കൂടെ വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ പിള്ളേർസിന് ചോറ് കൊടുക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ. അടുത്ത വീഡിയോ ആയിട്ട് വരാം.